അപ്പോൾ സ്പോർട്സ് മോഡ് ഇട്ടപ്പോൾ തന്നെ RPM പറന്ന് കയറുകയാണ്. നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഗാരേജ് ഓൺ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളൊരു സ്പെഷ്യൽ വാഹനമാണ്. അതായത് ഒരു കോമ്പാക്റ്റ് XUV എന്ന് പറയുന്നൊരു സ്വപ്നം ഏതൊരു സാധാരണക്കാരനും സ്വന്തമാക്കാം എന്നൊരു ഉറപ്പ് തന്ന ഒരു വാഹന കമ്പനിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഒരു വാഹനമാണ് നിൽക്കുന്നത്. അതായത് റെനോയുടെ കൈഗർ എന്ന് പറയുന്ന വാഹനം. ഇന്ന് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഫീച്ചേഴ്സ് ലോഡായിട്ടുള്ളൊരു വാഹനമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ വാഹനത്തിൻ്റെ മുൻഭാഗം നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പക്ക XUV ലുക്കാണെന്ന് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ മുൻഭാഗം പറയാനായിട്ട് സാധിക്കും. അതിലേറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് നമ്മളെ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഗ്രില്ലും ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഹെവി ഹെഡ് ലാമ്പുമാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഒരു 3 ഐസ് ക്യൂബ് ടൈപ്പാണ് വരുന്നത്. ഇതിൽ തന്നെ ഇതിനെ കമ്പനി വിളിക്കുന്നത് ട്രൈ ഒക്ട എന്നാണ്. അതായത് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിൽ തന്നെ ഒരു ഗംഭീരമായിട്ടൊരു ബ്ലാക്ക് ഫിനിഷൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളൊരു XUV മയം വാഹനത്തിന് കൂട്ടിയിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഇപ്പം നിലവിൽ കണ്ടുവന്നിട്ടുള്ള പല XUVയിലും വന്നിട്ടുള്ള ഈ ഒരു ബോണറ്റിൽ വരുന്ന DRലാണ്. അതിനോട് ചേർന്ന് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും വരുന്നുണ്ട്. അത് ഹാലജനാണ്. പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രലായിട്ട് റെനോയുടെ വളരെ വലിയൊരു ലോഗോ കാണാനായിട്ട് സാധിക്കും. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഗ്രില്ലും കാണാം. അതിൽ നമുക്ക് ഈ DRൽ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ക്രോം ഫിനിഷ് നേരെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കണക്റ്റായി പോകുന്നുണ്ട്. ബോണറ്റിലൊക്കെ തന്നെ വലിയ കട്ടിയും ഗ്രേസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ വാഹനത്തിന് ഒരു ഹെവി ലുക്കാണ് നൽകുന്നത്. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് യൂണിറ്റിൽ കണക്ട് ചെയ്തൊരു ബ്ലാക്ക് ഫിനിഷ് നേരെ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വലിയൊരു എയർ ഡാം കാണാം. വളരെ മനോഹരമായിട്ട് ലിപ്പ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ് ഫ്രണ്ട് ലുക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നേരെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് ഈ ഒരു വീലാർച്ചും അതിൽ കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ അലോയ് വീലുമാണ്. ഇതിലെടുത്തു പറയേണ്ട ഈ സെഗ്മെൻറ്റിൽ തന്നെ എല്ലാ വേരിയൻറ്റിലും 16 ഇഞ്ച് വീലുകളാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ 3rd വേരിയൻറ്റ് തൊട്ട് നമുക്ക് അലോയ് വീലും ലഭ്യമാണ്. പിന്നീട് നമുക്ക് ഫ്രണ്ടലായിട്ട് നമുക്ക് RXZ എന്ന ഈ വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അതിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് നമ്മുടെ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഈ വാഹനത്തിന് സെയിം ബോഡി കളർ സൈഡ് ബീം മിററാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഓട്ടോ ഫോൾഡിങ്ങും അതേപോലെ നമുക്ക് അഡ്ജസ്റ്റബിളുമാണ്. പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസൊക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. അത് ഈ ഡ്യുവൽ ടോൺ കളറിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് തോന്നുന്നത്. പിന്നീട് നമുക്ക് ബി പില്ലറെല്ലാം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ബാക്കിലേക്ക് ഒരു കൂപ്പേ ഡിസൈനിൽ ഇറങ്ങുന്നുണ്ട്. ഏറ്റവും ഈ വാഹനത്തിന് എടുത്തു പറയേണ്ടത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് ഡസ്റ്ററിൽ ഇവർ നമുക്ക് തന്നിട്ടുള്ള അതേ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അതായത് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. 205, അതായത് 205 mm ആണ് വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതായത് ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഈ വാഹനം സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടത് വാഹനത്തിൻ്റെ ലെങ്ത് ആണ്. അതായത് ഇപ്പോൾ പഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ അല്ലെങ്കിൽ ഹ്യുണ്ടായി എക്സറിനെ പറ്റി ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളിലൊക്കെ വലിയൊരു വാഹനമാണ് കൈഗർ. വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 13 അടിയാണ്. അതായത് 3991 mm. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്സോൺ അതേപോലെ തന്നെ കിയ സോണറ്റിനോടൊക്കെ തന്നെ കിടപിടിക്കാവുന്ന ലെങ്ത് ആണെന്ന് തന്നെ പറയാം. അതായത് ആ വാഹനങ്ങളുമായിട്ട് വെറും 2 മില്ലിമീറ്റർ കുറവ് മാത്രമേ ഈ വാഹനത്തിലുള്ളൂ. പക്ഷേ എക്സ്റ്ററിനേക്കാളും പഞ്ചിനേക്കാളും വളരെ വലിയ വാഹനം തന്നെയാണിത്. വീൽ ബേസ് വരുന്ന സമയത്ത് 2500 mm ആണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പക്ക XUV ആണ് ഈ വാഹനം എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വളരെ ഭംഗിയായിട്ടുള്ള റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ഇത് വെറുതെ ഒരു ഡെമ്മി അല്ല, 50 കിലോ ഭാരം വരെ ഈ റൂഫ് റെയിൽ താങ്ങുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂപ്പേ ഡിസൈനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ഒഴുകി ഇറങ്ങുന്നൊരു ഡിസൈനിലേക്കാണ് ബാക്കിലേക്ക് വരുന്നത്. നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് ഈ കാണുന്ന സ്പ്ലിറ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറാണ്. ഇത് വളരെ ഭംഗിയാണ്, വളരെ സ്പോർട്ടിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. നേരെ മുകളിലേക്ക് നമുക്ക് ഷാർപ്പിൻ ആനിനെ കാണാം. വാഹനത്തിൻ്റെ ഹൈറ്റ് നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റ് ഉണ്ട്. കാരണം ഇത് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വാഹനത്തിൻ്റെ ഹൈറ്റ് പറയാനാണെങ്കിൽ 5 അടി 25 സെൻറ്റിമീറ്ററാണ്. അതായത് 1600 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഹൈറ്റ്. അത് വലിയ ഹൈറ്റ് തന്നെയാണെന്ന് പറയാൻ പറ്റും. അത് നമുക്ക് ഇൻറ്റീരിയർ കയറുമ്പോൾ കൂടുതലായിട്ട് വിശദമായിട്ട് പറയാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കിവിടെ ഡീഫോഗർ വരുന്നുണ്ട്. അടിപൊളി ഒരു ബാക്ക് വൈപ്പർ വരുന്നുണ്ട്.
ബാക്ക് ഡിസൈനൊക്കെ ഒരുപാട് തെള്ളി ബാക്കിലേക്ക് ഇരിക്കുന്നൊരു ഡിസൈനാണ്. ഇത് ഭയങ്കര ഭംഗിയാണ്. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കിനേക്കാൾ ഏറ്റവും മനോഹരം ബാക്കാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. പിന്നീട് സി ടൈപ്പ് ഒരു ടൈൽ ലാമ്പ് യൂണിറ്റാണ് വാഹനത്തിന് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ലൈറ്റും കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ ഭംഗിയാണെന്ന് പറയാൻ പറ്റും. പിന്നീട് അതിനോട് ചേർന്ന് തന്നെ വാഹനത്തിൻ്റെ റെനോൾട്ട് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. നേരെ സെൻട്രലായിട്ട് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ലോഗോയ്ക്കുള്ളിലാണ്. റെനോൾട്ടിൻ്റെ എല്ലാ വാഹനത്തിലും ഈ ഒരു പൊസിഷനിലാണ് റിവേഴ്സ് ബാക്ക് ക്യാമറ വരുന്നത്. പിന്നീട് താഴെയായിട്ട് കൈഗർ എന്ന് നീട്ടി വലി ചെയ്തിട്ടുണ്ട്. കൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡിങ് അല്ലെങ്കിൽ ഓർഡർ എന്നൊക്കെയാണ് വാഹനത്തിൻ്റെ അർത്ഥം വരുന്നത്. ഏറെക്കുറെ ആ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ലുക്കും അതിനൊത്ത പവർഫുൾ നെയിമുമാണ് വാഹനത്തിന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. താഴെയായിട്ട് നമുക്കൊരു അലൂമിനിയം കളറിലുള്ള സ്കിപ്പ് ലൈറ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വാഹനത്തിൻ്റെ ബൂട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാഹനം വരുന്നത് 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. അത് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 405 ആണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. വളരെ വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത്. സീറ്റുകളെല്ലാം തന്നെ നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു ഗംഭീരമായിട്ടൊരു പാർസൽ ട്രേ വരുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ടിലും വാഹനം ഒരു പിശുക്കും കാണിച്ചിട്ടില്ലെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വാഹനത്തിൻ്റെ ഹൃദയഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോണറ്റ് തന്നെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ഹൃദയം എന്ന് വിളിക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ. ഇത് എനർജി എഞ്ചിൻ എന്നാണ് റെനോ ഈ ഒരു എഞ്ചിനെ വിളിക്കുന്നത്. 2 ടൈപ്പ് എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്. ഒന്ന് ഒരു ടെർബോ ചാർജറുടെ എഞ്ചിനോടെ വരുന്നുണ്ട്. ഇത് വരുന്ന സമയത്ത് 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. വാഹനത്തിന് 98 bhp പവറും അതേപോലെ 152 Nm ടോർക്കും വരുന്ന ഗംഭീരമായിട്ടുള്ളൊരു എഞ്ചിനാണ്. ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 140 ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വാഹനത്തിൻ്റെ എഞ്ചിൻ എത്രത്തോളം റിഫൈൻഡ് ആണ്, എത്രത്തോളം മനോഹരമാണെന്ന്. ഒരു മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ AMTയും അതേപോലെ തന്നെ ഒരു CVT ട്രാൻസ്മിഷനും വാഹനത്തിന് വരുന്നുണ്ട്. 20 കിലോമീറ്റർ മൈലേജാണ് ഇത്രയും വലിയൊരു വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതും ഗംഭീരമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം. വളരെ അടിപൊളി ഹാൻഡിൽസ് ഒക്കെയാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു ടൈപ്പ് നോവാണ്. ഇത് സാധാരണ നമ്മൾ കൊച്ചു വണ്ടികളൊന്നും കണ്ടിട്ടില്ല, പ്രീമിയത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഫുള്ളൊരു ബ്ലാക്ക് മയമാണ്. ലെതർ ഭാഗങ്ങളൊന്നും തന്നെ വരുന്നില്ല, ഫുള്ള് പ്ലാസ്റ്റിക്കുകളാണ് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇത് ഫാബ്രിക്കാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് 4 ഡോറിൻ്റെ പവർ വിൻഡോ സ്വിച്ചുകളും അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററിൻ്റെ സ്വിച്ചുകളും ഇവിടെ കാണാൻ സാധിക്കും. ഒരു XUVകളൊക്കെ തന്നെ കണ്ടുവന്നൊരു ഗംഭീരമായിട്ടൊരു ഹാൻഡിൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്കിലുള്ളൊരു ഡോർ ഹാൻഡിലും വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. അതേപോലെ തന്നെ ഒരു ഗംഭീര സ്പീക്കറിൻ്റെ ഭാഗവും കാണാനായിട്ട് സാധിക്കും. 6 സ്പീക്കേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നീട് നമുക്ക് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. അതും ഫാബ്രിക്കാണ്. പക്ഷേ നല്ല ഗംഭീരമായിട്ടുള്ള വിങ്സുകളൊക്കെ വരുന്ന സീറ്റുകളാണ് വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും ഉണ്ട്. പിന്നീട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് തന്നെ പോകാം. 7 ഇഞ്ച് TFT ക്ലസ്റ്ററാണ് വാഹനത്തിൽ വരുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. അതായത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഇൻറ്റീരിയർ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സംശയം. ഈ ക്ലസ്റ്ററിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൈകർ ഇങ്ങനെ ഓടാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഒരു അടിപൊളി ഡിജിറ്റൽ ഒരു 3D ടൈപ്പ് വീഡിയോ വിഷ്വലൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തുകൊണ്ട് ബേസ് വേരിയൻറ്റ് തൊട്ട് വാഹനത്തിന് ടയർ പ്രഷർ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് MT ഇതെല്ലാം തന്നെ ഡിജിറ്റലായിട്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ടേ വരുന്നുണ്ട്. അത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. കാരണം ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പക്ക ഒരു XUVയിലാണ് നമ്മൾ ഇരിക്കുന്നത് നമുക്ക് തോന്നലുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ ഒരു സ്റ്റിയറിംഗ് ആണ്. ഇത് നമുക്ക് ടിൽറ്റബിൾ ആണ്. നമുക്ക് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് വരുന്ന സമയത്ത് ഒരു ലെതർ ഫിനിഷാണ് വാഹനത്തിന് വരുന്നത്. ഇത് നമുക്കിപ്പം ഈ അടുത്തിടയിലൊന്നും കൊച്ചു വാഹനങ്ങളൊന്നും കണ്ടിട്ടില്ല. അതും ഭംഗിയായിട്ടുണ്ട്. 2 സൈഡിലും നമുക്ക് കൺട്രോൾസുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ സെൻട്രലായിട്ട് നമുക്ക് റെനോയുടെ ലോഗോ കാണാം. നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിലേക്ക് വരാം. 8 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഇതിൽ തന്നെ 6 സ്പീക്കർ വരുന്നുണ്ട്. വാഹനത്തിന് വരുന്ന സമയത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള എല്ലാ കണക്ടിവിറ്റികളും വാഹനത്തിന് നമുക്ക് വരുന്നുണ്ട്.
പിന്നീട് നമുക്ക് താഴെ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള AC വെൻറ്റുകൾ കാണാം. ഇതൊക്കെ ഫുള്ളൊരു ബ്ലാക്ക് മയമാണ്. പിന്നെ അലൂമിനിയം ഫിനിഷ് ബാക്ക് AC വെൻറ്റ് വരെ വരുന്നുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ചുകളും അതേപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഓട്ടോ ACയുടെ ഭാഗങ്ങളെല്ലാം ഇവിടെ തന്നെ കാണാം. സ്വിച്ചുകളൊക്കെ വളരെ വലുതാണ്. വളരെ ഡിജിറ്റലായിട്ടുള്ളൊരു സ്വിച്ച് പോലെയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ നമുക്കൊരു മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഹോൾഡറായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കൊരു USB പോർട്ട് കാണാം. അതേപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചും കാണാനായിട്ട് സാധിക്കും. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇത് നമുക്ക് ഇവിടെ വയർലെസ് ചാർജിനുള്ളൊരു പോർഷനാണ് ഈ ഭാഗത്ത് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വയർലെസ് ചാർജറും കമ്പനി തരുന്നുണ്ട്. പിന്നീട് നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു ഗിയർ ലിവർ കാണാം. വിവിധ തരത്തിലുള്ള മോഡുകൾ അറേഞ്ച് ചെയ്യാവുന്നൊരു സ്വിച്ച് നമുക്ക് ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് എക്കോ മോഡ്, അതേപോലെ തന്നെ സ്പോർട്സ് മോഡ്, അതേപോലെ നോർമൽ മോഡിലും ഓടിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് നേരെ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലസ്റ്ററിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ കിടക്കുന്നത് എക്കോ മോഡാണ്. ഞാൻ റൈറ്റ് സൈഡിൽ തിരിക്കുന്ന സമയത്ത് നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. അതാണ് ഈ റെഡ് ലൈനായിട്ട് വരുന്നത്. നോർമലായിട്ട് സെൻറ്ററിൽ ഞെക്കുന്ന സമയത്ത് നോർമലായിട്ട് ഈ ഒരു ഗ്രീൻ കളറിലും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതൊരു ആംബിയൻ ലൈറ്റിൻ്റെ സ്വിച്ചാണ് കാണുന്നത്. ഈ ആംബിയൻ ലൈറ്റിൻ്റെ സ്വിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും അതേപോലെ തന്നെ ഡോറിൻ്റെ സൈഡിലൊക്കെ തന്നെ ഈ ഒരു ലൈറ്റ് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കൊരു ഭംഗിയുള്ളൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ആംബ്രസ്റ്റ് ബാക്കിലായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതായത് ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസുകൾ വളരെ കൂടുതലാണ് ഈ വാഹനത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ആംബ്രസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഷട്ടറൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഏറ്റവും ഭംഗിയുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം മാരുതിയുടെ നമ്മുടെ റിവ്യൂ ഒക്കെ ചെയ്ത സമയത്ത് അതിൻ്റെ കീയെ പറ്റി കാണിച്ചായിരുന്നു. ഇതാണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു റിമോട്ട് ടൈപ്പ് കീ ആണ് വാഹനത്തിൽ. ഇത് വളരെ ഭംഗിയായിട്ടുണ്ട്. ലോക്ക് അൺലോക്കും അതേപോലെ തന്നെ ഡിക്കി ഓപ്പണും കാര്യങ്ങളെല്ലാം തന്നെ വാഹനത്തിന് വന്നിട്ടുണ്ട്. കീ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കീ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഗ്ലോ ബോക്സ് ആണ്. അപ്പറും ലോവറും ആയിട്ടുള്ള 2 ഗ്ലോ ബോക്സുകളാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലേക്കൊരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സ്പേസ് ഉള്ളൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. പിന്നീട് താഴെയായിട്ടും നല്ല വലിപ്പത്തിലുള്ളൊരു ഗ്ലോ ബോക്സ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നീട് റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ട അതേ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു നല്ലൊരു പിയാനോ ബ്ലാക്ക് ടൈപ്പ് ഒരു ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട സീറ്റുകളെ കുറിച്ചാണ്. ഫാബ്രിക് ആണെങ്കിൽ പോലും വളരെ സ്പോർട്ടി ആയിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള സീറ്റുകളാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. നല്ല തൈ സപ്പോർട്ടാണെന്ന് എടുത്തു പറയേണ്ടതാണ്. പിന്നീട് നമുക്ക് ഫ്രണ്ടിലായിട്ട് വാലിറ്റി മിററുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു റീഡിങ് ലാമ്പ് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുൻഭാഗ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ കംഫർട്ട് നോക്കാം. ഈ വാഹനത്തിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബാക്ക് സീറ്റാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, അടിപൊളിയാണ്. ഈ സ്പേസേ കണ്ടില്ലേ. നോർമലായിട്ടുള്ളൊരു വ്യക്തി, ഒരു 5.5 അടിയുള്ള ഒരാൾ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്ന സ്പേസാണ്. അതായത് ഈ വാഹനം നമ്മൾ എപ്പോഴും പറയും നിസാൻ മാഗ്നറ്റുമായിട്ട് സെയിം സ്പേസാണ്, സെയിം ലെങ്താണ്, സെയിം പ്ലാറ്റ്ഫോമാണെന്നൊക്കെ. പക്ഷേ എങ്കിൽ പോലും നിസാൻ മാഗ്നറ്റിനെക്കാട്ടിലും ഏറെ സ്പേസ് ഈ വാഹനത്തിന് ഇൻറ്റീരിയറായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അടിപൊളി തൈ സപ്പോർട്ടാണ്. സെമി ലെതറാണ് നമുക്ക് സീറ്റ് വരുന്നത്. നമുക്കൊരു കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡറും ഇവിടെ നമുക്കൊരു ചെറിയ മൊബൈൽ ഹോൾഡറായിട്ടൊക്കെ ഉള്ളൊരു ഭാഗമൊക്കെ കാണുന്നുണ്ട്. ഇത് നല്ല ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ വിരിഞ്ഞ് 2 പേർക്ക് ഇത് നൂത്ത് വെച്ച് ഇരിക്കാൻ പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റും. ബാക്കിലേക്ക് നമുക്കൊരു AC വെൻറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. കൊള്ളാം. കാരണം നമുക്കൊരു ചാർജിങ് പോയിൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ട്യൂട്ടറും അതേപോലെ തന്നെ സ്പീക്കറും കാണാം. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം. ബാക്കും അടിപൊളിയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് വാഹനത്തിൻ്റെ സ്പേസ്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ഡ്രൈവ് മോഡുകളുണ്ടെന്ന് പറഞ്ഞു. അതായത് ഇക്കോ, അതേപോലെ നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. ഇത് 3ൽ നമ്മൾ നോക്കുകയാണ്. ആദ്യം നമുക്ക് സ്പോർട്സ് മോഡ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സ്പോർട്സ് മോഡാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. റൈറ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ നമ്മുടെ ക്ലസ്റ്റർ മുഴുവനും മാറി സ്പോർട്സ് മോഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ സ്പോർട്സ് മോഡ് ഇട്ടപ്പോൾ തന്നെ RPM പറന്ന് കയറുകയാണ്. നിങ്ങൾ നോക്കുക, കാല് കൊടുക്കുന്നതിനനുസരിച്ച്
വണ്ടി ഇതാ പറന്ന് കയറുകയാണ്. ക്ലസ്റ്ററിനകത്ത് RPM ഒക്കെ പടാന്നും പറഞ്ഞ് വലിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ട്. ഇതാണ് സ്പോർട്സ് മോഡിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പറക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വളവൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഗിയർ അഥവാ ചേഞ്ച് ചെയ്യാൻ മറന്നു പോയാൽ പോലും വാഹനം ഇടിച്ച് നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സ്പീഡൊന്ന് കുറച്ച് ഡൗൺ ആവുമെന്നുള്ളതല്ലാതെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ പവർ ലാഗുകളോ ഒന്നും തന്നെ വണ്ടിയുടെ സ്പോർട്സ് മോഡിൽ നമുക്ക് കിട്ടുന്നില്ല. സ്പോർട്സ് മോഡിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലസ്റ്ററോട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതായത് മുഴുവനൊരു ഗംഭീരമായിട്ട് ഒരു റെഡ് മയമാണ്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു പവർഫുള്ളായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് 1 ലിറ്റർ 3 സിലിണ്ടർ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ കോമ്പറ്റീറ്റ് ചെയ്യുന്ന പല വാഹനങ്ങളും 1.2 ആണ്, അത് 4 സിലിണ്ടർ ആണ്. പക്ഷെ ആ ഒരു പവർ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു പവർ ലാഗോ അല്ലെങ്കിൽ കയറ്റം വലിക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടോ എല്ലാ AC-യിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ സ്പോർട്സ് മോഡിൽ വാഹനത്തിന് വരുന്നില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റുകളാണ്. വളരെ കംഫർട്ടായിട്ടിരിക്കുന്ന സീറ്റുകളാണ്. നമ്മളെ ഫുള്ള് പൊതിഞ്ഞ് വളരെ കൂളായിട്ടാണ് നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഒരു സത്യം പറഞ്ഞാൽ ഒരു ഡസ്റ്ററിലിരുന്ന് യാത്ര ചെയ്യുന്ന ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം അത്രയും ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നൊരു ഭാഗമേ ഇല്ല. വളരെ വിസിബിളാണ്. നമ്മൾ ഗ്ലാസ്സിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹൈറ്റും പിന്നെ ഇത്രയും കംഫർട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീല് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊരു പക്ക XUV-യിൽ ഇരിക്കുന്നൊരു ഫീലാണ്. നമുക്കൊരു കോമ്പാക്ട് XUV എന്നുള്ളൊരു ഫീൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നോർമൽ മോഡിലുള്ളൊരു ഡ്രൈവ് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലസ്റ്റർ മൊത്തം ബ്ലൂ കളറിലായിട്ടുണ്ട് നോർമൽ മോഡ്. ഇപ്പം നമുക്ക് എക്കോ മോഡിൽ നിന്നും കുറച്ചുകൂടെ പവറായിട്ടുണ്ട്, സ്പോർട്സ് മോഡിൽ നിന്നും കുറച്ച് കുറവാണ്. എങ്കിലും ഈ നോർമൽ മോഡാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമുക്ക് വലിയ സ്പീഡിലൊന്നും പോകാത്ത ഒരാൾക്കാർക്ക് വളരെ കൂളായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. പവർ ലാഗോ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡിലും വരുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. അതായത് വാഹനത്തിന് ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 സ്റ്റാർ റേറ്റിങ്ങും കമ്പനി ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അപ്പം ഏറ്റവും വില കുറഞ്ഞ ബലവാനായിട്ടുള്ള മൈലേജ് നൽകുന്ന കംപ്ലീറ്റ് ഒരു ഫാമിലി കാറാണ് ഈ ഒരു വാഹനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3 ജനറേഷനിലെ ആൾക്കാർക്ക് ഈ വാഹനം സൂട്ടബിൾ ആണെന്ന് പറയാൻ പറ്റും. അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ എക്കോ മോഡിൽ വളരെ പതിയെ വളരെ ശാന്തമായിട്ട് യാത്ര ചെയ്യാം. ഇപ്പം എക്കോ മോഡിലാണ് നമ്മൾ പോകുന്നത്. അവിടെ തന്നെ ഒരു ലേഡീസ് ആരെല്ലാം ഉണ്ട്, അവർക്ക് നോർമൽ മോഡ് മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞവർക്കെല്ലാം തന്നെ നോർമൽ മോഡ് മതിയെങ്കിൽ നമുക്ക് നോർമൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് വളരെ കൂളായിട്ട് യാത്ര ചെയ്യാം. അപ്പം ഏത് തരക്കാർക്കും വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കൈഗർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഇത്രയും പൊക്കത്തിലിരുന്ന് നമ്മൾ യാത്ര ചെയ്തിട്ട് പോലും വാഹനത്തിൻ്റെ ബോഡി റോൾ വളരെ 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 കുറവാണെന്ന് പറയാം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഈ വാഹനത്തിന് തന്നെ ഏകദേശം 10 അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൈഗറിനെ പറ്റി? ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഈ വാഹനം ഓടിച്ചിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പത്തെ മോഡലിൽ നിന്ന് ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴത്തേന് വളരെ സ്റ്റൈലായിട്ടുള്ളൊരു ലുക്കിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട്. അതേപോലെ വളരെ റിഫൈൻഡുള്ള എഞ്ചിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട വാഹനത്തിൻ്റെ സസ്പെൻഷനും ഈ പറഞ്ഞ റൈഡിങ് കംഫർട്ടിനെ പറ്റിയാണ്. അതൊക്കെ അടിപൊളിയാണ്. അതേപോലെ ഏറ്റവും എടുത്തു പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചാണ്. വാഹനത്തിന് വില വരുന്ന 5,99,000 മുതൽ 11,22,000 വരെയാണ് വാഹനത്തിൻ്റെ വില വരുന്നത്. അതായത് ഇത്രയും വലിയൊരു വണ്ടി, ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വാഹനത്തിൻ്റെ ഒരു വലിപ്പം എന്താണെന്നുള്ളത്. ഇത്രയും വലിയൊരു വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം മാത്രമേ ഉള്ളൂ. വാഹനത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളടുത്ത് പറയാനാണെങ്കിൽ ടാറ്റ പഞ്ചിനേക്കാളിലും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഹ്യുണ്ടായിയുടെ എക്സ്റ്ററിനെക്കാട്ടിലും ഒക്കെ തന്നെ വളരെ വലിയൊരു വാഹനമാണ് ഈ ഒരു റെനോ കൈഗർ. ഈ ഒരു വിലയ്ക്ക് ഏറ്റവും വലിയ വാഹനമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ മൈലേജാണ്. ഇത്രയും വലിയൊരു വാഹനത്തിന് നമുക്ക് 20 കിലോമീറ്ററാണ് പെട്രോളിന് മൈലേജ് കിട്ടുന്നത്. ഇതിൽ തന്നെ നമുക്ക് മാനുവൽ വേണ്ടവർക്ക് മാനുവലുണ്ട്, അതേപോലെ തന്നെ AMT ആണെങ്കിൽ AMT ഉണ്ട്. ഇനി 1 ലിറ്റർ ടെർബോയിലേക്ക് ചേഞ്ച് ആകുമ്പോഴത്തേനും നമുക്ക് ഇതിന് CVT ഗിയർ ബോക്സും അവൈലബിൾ ആണ്. എല്ലാം തന്നെ 5 സ്പീഡാണ്. വാഹനത്തിൻ്റെ കളറുകളെ പറ്റി പറയാനാണെങ്കിൽ ഇതുവരെ നമുക്ക് 6 നിറങ്ങളായിരുന്നു വാഹനത്തിനുള്ളത്. അതുപോലെ തന്നെ എല്ലാ കമ്പനികളും ഇപ്പോൾ എല്ലാ വേരിയൻറ്റുകളും ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈഗറും ബ്ലാക്ക് എഡീഷൻ വന്നിട്ടുണ്ട്. വളരെ സ്റ്റൈലാണ് ബ്ലാക്ക് എഡീഷൻ കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മൊത്തം 7 നിറങ്ങളിൽ വാഹനം അവൈലബിൾ ആണ്. 5 വേരിയൻറ്റിലാണ് വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് RXC, RXL, RXT ഓപ്ഷണൽ, അതേപോലെ തന്നെ RXZ. ഇത് RXZ ആണ്. സേഫ്റ്റിയിലും ഒട്ടും ഇവൻ പിന്നിലല്ല. 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്.
പിന്നെ വാഹനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കണം. ഡിസംബറിൽ ഏറ്റവും ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജനുവരി തൊട്ട് വാഹനത്തിനെല്ലാം തന്നെ വില കൂടാൻ പോവാണ്. അത് ഈ വാഹനം നല്ല എല്ലാ വാഹനത്തിൻ്റെയും വില കൂടാൻ പോവാണ്. അപ്പോൾ കൈഗറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ബുക്കിങ്ങും മറ്റ് ഡീറ്റെയിൽസും ടെസ്റ്റ് ഡ്രൈവും എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ വാഹനം വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് 75,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് ഈ വാഹനത്തിന് കിട്ടുന്നതായിരിക്കും. കൂടാതെ 18,000 രൂപ വരെയുള്ള കോർപ്പറേറ്റ് ഓഫറും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.